told your friend you're not okay? And tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look. എല്ലാവർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമുക്ക് ലഭ്യമായ അതും വളരെ വിലക്കുറവും നല്ലൊരു ബാറ്ററി ബാക്കപ്പും കോൾ റെക്കോർഡിംഗ് മുതൽ എല്ലാവിധ കാര്യങ്ങളും അടങ്ങിയ ഒരു മൊബൈൽ, അതാണ് മോട്ടോറോളയുടെ A10 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. നമ്മളിൽ പലരും ഇപ്പോഴും കീപാഡ് മൊബൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നെങ്കിൽ പറമ്പിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കിനൊക്കെ പോകുമ്പോഴും കൊണ്ട് നടക്കാൻ എളുപ്പത്തിനാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു മൊബൈലിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു മോട്ടോറോളയുടെ A10 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ 2 എണ്ണമുണ്ട്. ഒരെണ്ണം നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് മേടിച്ചു കൊടുത്താണ്. ഇതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾ ഏത് കമ്പനിയുടെ കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്, എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മാത്രമല്ല, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒരു കമൻറ്റ് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു മൊബൈൽ ഞാനല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ അപ്പനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് ഞാൻ ഈ ഫോൺ മേടിച്ചു കൊടുക്കാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് മിനിമം ഒരു 15 ദിവസം കിട്ടുന്നുണ്ട്. നമ്മുടെ അപ്പനാണെങ്കിൽ ഇതിനകത്ത് കോൾ വിളിക്കുന്നത് കുറവാണ്, പക്ഷേ നല്ല രീതിയിൽ പാട്ട് കേൾക്കുന്നുണ്ട്. എങ്കിലും ഒരു 15 അല്ലെങ്കിൽ ഒരു 20 ദിവസത്തിന് അടുത്ത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് മാത്രമല്ല, ഇതിൻ്റെ കോൾ റെക്കോർഡിംഗ് ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. നമുക്ക് മെമ്മറി കാർഡ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാം. അത് ഓട്ടോ കോൾ റെക്കോർഡിംഗ് ആണ്. നമ്മൾ ആ ഫംഗ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ കോൾ റെക്കോർഡിംഗ് ആയിക്കോളും. ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാംസങ്ങിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു മൊബൈലാണ്. ഇതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു മോട്ടോറോളയുടെ A10 എന്ന് പറയുന്ന ആ ഒരു മൊബൈലിലേക്ക് മാറിയത്. എൻ്റെ കയ്യിൽ നിലവിൽ ഒരു 4 ടച്ച് സ്ക്രീൻ ഫോണുകളുണ്ട്. അതിൽ ഒന്ന് നമുക്ക് BSNL വീടിൻ്റെ അകത്ത് റേഞ്ച് ലഭിക്കുന്നില്ല. പക്ഷേ ഈ ഒരു മൊബൈലിൽ നമുക്ക് വീടിൻ്റെ അകത്ത് എല്ലായിടത്തും BSNL കവറേജ് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന സാംസങ്ങിൻ്റെ ആ ഒരു കീപാഡ് മൊബൈലിനേക്കാളും കൂടുതൽ കവറേജ്, അതായത് റേഞ്ച് ഇതിനകത്ത് പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഇതിൻ്റെ റേഞ്ച് പിടിക്കാനുള്ള ആ കഴിവിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ബാറ്ററി ബാക്കപ്പും നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഒരു 15 ദിവസം തൊട്ട് 20 ദിവസം വരെ ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്ത് ഫുള്ളാക്കാൻ ഒരു 3 മണിക്കൂർ മുകൾ സമയം എടുക്കുന്നുണ്ട്. 3 മണിക്കൂർ തൊട്ട് ഒരു 3.5 മണിക്കൂർ വരെ സമയം എടുത്തിട്ടാണ് ഫുൾ ചാർജ് ആകുന്നത്. നമുക്കിവിടെ എല്ലാവിധ കീപാഡ് ഫോണുകളിൽ ലഭിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക കീപാഡ് ഫോണുകളിലും എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ ഒരു മൊബൈലിലും ഉണ്ട്. ഇതിനകത്ത് പിന്നെ ഒരു വയർലെസ് FM റേഡിയോ ഉണ്ട്. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കേൾപ്പിച്ചു തരാം. പിന്നെ നമുക്കിതിനകത്ത് അഡീഷണൽ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ സാധാരണ കീപാഡ് ഫോണുകളിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുള്ളതും. ഈ ഒരു മൊബൈലിൽ നമുക്ക് 800 ഫോൺ നമ്പറുകൾ വരെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന സിമ്മിലും നമുക്ക് നമ്പറുകൾ സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന സിമ്മുകളിലൊക്കെ 250 നമ്പറുകൾ വരെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മൊബൈലിന് കമ്പനി 2 വർഷത്തിലെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് പറയുന്നത്. അത് നമ്മുടെ മൊബൈൽ കേടായി കഴിഞ്ഞാൽ അവർ പകരം വേറൊരു മൊബൈൽ തരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, സർവീസും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ നിലവിൽ 2 ഫോൺ എടുത്തിട്ടുണ്ട്. 2 ഫോണും യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ നിലവിൽ വർക്കാവുന്നുണ്ട്. നമ്മുടെ ഏരിയയിൽ അത്യാവശ്യം നെറ്റ്വർക്കിന് കവറേജ് വളരെ മോശമുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈലിൽ നമുക്ക് മറ്റു മൊബൈലുകൾ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ റേഞ്ച് പിടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൊന്നും തീരെ റേഞ്ച് പിടിക്കാത്തടത്ത് ഈ ഒരു ഫോണിൽ നല്ല രീതിയിൽ കോൾ വിളിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോൾ വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ഒരു സൗണ്ട് ആണെങ്കിലും നമ്മൾ പറയുന്ന സൗണ്ട് മറ്റൊരാൾ കേൾക്കുമ്പോൾ അവർക്കാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉള്ള സൗണ്ട് തന്നെയാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. ഇതിൻ്റെ സ്പീക്കറിൽ നിന്നുള്ള സൗണ്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം കേൾപ്പിച്ചു തരാം. ഒരു ഫുൾ വോളിയത്തിലിട്ട് കഴിഞ്ഞാൽ അത്ര നല്ല സൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. മീഡിയം വോളിയത്തിൽ നിങ്ങൾക്ക് പാട്ടൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മെമ്മറി കാർഡ് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള റിംഗ് ടോണൊക്കെ ഇടാൻ സാധിക്കുന്നുണ്ട്, ഇഷ്ടമുള്ള വാൾപേപ്പർ ഇടാം തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.